ഭൂരിപക്ഷമില്ലാതെ വീണ്ടും കുന്നംകുളം നഗരസഭ 39-അംഗ ഭരണസമിതിയിൽ ഭരണം നേടാൻ ആവശ്യമായ മാന്ത്രിക സംഖ്യയായ 20 വാർഡുകളിലെ വിജയത്തിൽ എത്തിക്കാൻ ഒരു മുന്നണിക്കുമായില്ല. അതേസമയം LDF 18 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. ഇത് തുടർച്ചയായ മൂന്നാം തവണയാണ് കുന്നംകുളത്ത് ഒരു കക്ഷിക്കും ഭൂരിപക്ഷം തികയ്ക്കാനാകാത്ത സ്ഥിതിയുണ്ടായത്. 25 സീറ്റോളം പ്രതീക്ഷിച്ച LDFന് സംസ്ഥാന വ്യാപകമായ UDF തരംഗത്തിൽ വലിയ മുന്നേറ്റത്തിലേക്ക് എത്താനായില്ല. 37 വാർഡുണ്ടായിരുന്ന കഴിഞ്ഞ നഗരസഭാ ഭരണസമിതിയിൽ 18 സീറ്റിലാണ് LDF വിജയിച്ചത്. കഴിഞ്ഞ തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന T സോമശേഖരന്റെ പിന്തുണയോടെയാണ് കൃത്യമായ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിച്ചത്. ഇത്തവണ വാർഡ് വിഭജനം വന്നതോടെ നഗരസഭയിൽ 2 വാർഡുകൾ വർദ്ധിച്ചു. ഇക്കുറി വലിയ പ്രതീക്ഷയിലായിരുന്നു മുന്നണികളെല്ലാം. മത്സരഫലം അറിഞ്ഞപ്പോൾ 18 സീറ്റിൽ LDFും 9 സീറ്റിൽ UDFും 7 സീറ്റിൽ NDAയും 4 സീറ്റിൽ RMPയും 1 സീറ്റിൽ കോൺഗ്രസ് വിമതയും വിജയിച്ചു. ഇതോടെയാണ് LDFന് കേവല ഭൂരിപക്ഷം നഷ്ടമായത്. മുൻ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ വാർഡിൽ NDA സ്ഥാനാർത്ഥിയുടെ വിജയവും കഴിഞ്ഞ തവണ ഗീതാ ശശി വിജയിച്ച BJPയുടെ ശക്തികേന്ദ്രമായ ചിറ്റഞ്ഞൂരിൽ പ്രമുഖ നേതാവ് MV ഉല്ലാസിന്റെ പരാജയവും CPM വിമതനായി പത്രിക നൽകുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്ത AS സുജീഷിന്റെ പ്രവർത്തന മേഖലയായ വടുതലയിൽ നിന്ന് കോൺഗ്രസിലെ ലബീബ് ഹസന്റെ വിജയവും 18-ാം വാർഡ് കാണിപ്പയ്യൂർ സൌത്തിൽ കോൺഗ്രസ് വിമത KP മിനിയുടെ വിജയവും ശ്രദ്ധേയമായി. നിലവിൽ നഗരസഭയിൽ 3 സീറ്റുകൾ ഉണ്ടായിരുന്ന RMP 1 സീറ്റിൽ കൂടി വിജയിച്ച് തങ്ങളുടെ സ്വാധീനം പ്രകടമാക്കി. വാർഡ് 9 മുനിമടയിൽ PK ബിനീഷ്, വാർഡ് 10 അയ്യപ്പത്ത് റീജ സലീൽ, വാർഡ് 12 മീമ്പിക്കുളത്ത് VP സുരേഷ്, വാർഡ് 13 ചെറുകുന്നത്ത് സോമൻ എന്നിവരാണ് വിജയിച്ചത്. രാവിലെ 8 മണിയോടെയാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത്. 7:30 തന്നെ സ്ഥാനാർത്ഥികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും വോട്ടെണ്ണൽ കേന്ദ്രമായ കുന്നംകുളം നഗരസഭാ ടൗൺഹാളിലും പരിസരത്തുമായി എത്തിയിരുന്നു. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ അന്തരീക്ഷം സമാധാനപരമായിരുന്നു. വിജയിച്ച സ്ഥാനാർത്ഥികളെ അതത് പാർട്ടി പ്രവർത്തകർ ഹാരമണിയിച്ച് ആഹ്ലാദാരവങ്ങളോടെ അനുമോദിച്ചു. കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ CR സന്തോഷ്, സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ജയപ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിൽ വൻ സുരക്ഷയാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഒരുക്കിയിരുന്നത്.